CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് മടങ്ങുന്നു. ബി ദിലീപ് കുമാർ വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ദിലീപ് കുമാർ. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും അവസാനം ലഭിക്കുന്ന അപ്ഡേറ്റ്സുകൾ ഇക്കാര്യത്തിൽ? SKN ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കണ്ട് തന്റെ നിലപാട് വിശദീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി. മാത്രമല്ല, ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുമ്പോൾ അതിനു പിന്നിൽ ഈ CPM-ൽ തന്നെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം PV അൻവർ ഒറ്റയ്ക്ക് ഈ ആരോപണങ്ങൾ ഉന്നയിക്കില്ല, അത്ര ശക്തിയോടുകൂടി പരസ്യമായി രംഗത്ത് വരില്ല. അതിനു പിന്നിൽ പാർട്ടിയിലെ ആരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തത് എന്തുകൊണ്ട് എന്ന വിശദീകരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കും. ഏതായാലും ഒരു നടപടി പെട്ടെന്ന് ഏതായാലും CPM നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഇക്കാര്യങ്ങളെക്കുറിച്ച് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് പരിശോധിച്ചേക്കും. പക്ഷേ ആ പരിശോധന തന്നെ പരസ്യമായി CPM നേതൃത്വം സമ്മതിക്കുന്നതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേതാക്കൾ രംഗത്ത് വരുന്നതിനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. പക്ഷേ ഏതു തരത്തിലുള്ള പരിശോധനയായിരിക്കും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുക എന്നത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. SK. താങ്ക് യു. ബി ദിലീപ് കുമാറാണ് നമുക്കൊപ്പം ചേർന്ന്. ഇനി ഷെഫീദ് റാവുത്തർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഷെഫീദ്, ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗൗരവമായ ഈ പ്രശ്നം, പ്രത്യേകിച്ച് PV അൻവർ MLA ഉയർത്തിയ പ്രശ്നം, അതോടൊപ്പം തന്നെ പി ശശിക്കെതിരെയുള്ള പരാതികൾ, ഇതൊക്കെ ഉയർന്നു വരുമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് താങ്കൾക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? SKN, ഏതായാലും ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് ഗൗരവമായി കാണുന്നുണ്ട് CPM സംസ്ഥാന നേതൃത്വം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ വിഷയം ചർച്ച ചെയ്യും. ആ വിഷയം ചർച്ച ചെയ്ത ശേഷമായിരിക്കും എങ്ങനെ ആ പരാതി പാർട്ടി പരിശോധിക്കണം, അതല്ലെങ്കിൽ അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതായാലും ഗൗരവത്തിലൊരു അന്വേഷണം ഉണ്ടാകും. സമ്മേളനകാലമാണ്, ബ്രാഞ്ച് സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ആ ഘട്ടത്തിൽ ജില്ലാ സമ്മേളനങ്ങൾക്ക് മുൻപ് പരമാവധി പ്രതിരോധം തീർക്കാനായിരിക്കും നേതൃത്വം ശ്രമിക്കുക. ഈ അച്ചടക്ക നടപടിയിലേക്ക് കടന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇത്രയധികം പേരുദോഷം കേൾപ്പിച്ച ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ് തലപ്പത്തെ ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയരാം. ആ ചോദ്യമടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നീക്കത്തിലേക്ക് CPM കടക്കുന്നത്. CPM-നുള്ളിലെ കൊട്ടാര വിപ്ലവമാണ് PV അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നത് എന്നുള്ള രാഷ്ട്രീയ വിശകലനം അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ EP ജയരാജനെതിരെ അല്ലെങ്കിൽ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രി മൗനിയായിരുന്നു. മുഖ്യമന്ത്രി വളർത്തിയ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി. മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുപ്പമുള്ളയാളാണ് പി ശശി. അപ്പോൾ പി ശശിക്കെതിരെ വിമർശനം ഉയർന്നാൽ അല്ലെങ്കിൽ പി ശശിയോട് വിശദീകരണം തേടാൻ പാർട്ടി ആലോചിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിലെ നിർണായകമാകും. ഇന്നലെ, അതായത് നിർണായകമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ തൊട്ടു മുൻപ് ഇന്നലെ SP സുജിത് ദാസിനെതിരെ നടപടിയെടുത്തിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സുജിത് ദാസിനെ PV അൻവർ ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച SP സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ഉത്തരവിറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഗുരുതരമായിട്ടുള്ള പിഴവ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു, സർക്കാർ വിഷയം പരിശോധിക്കുകയാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അയച്ചാൽ പിന്നെ എങ്ങനെ തീരുമാനങ്ങൾ വരും എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയിക്കാനുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഈ പി ശശി അടക്കമുള്ള ആളുകളോട് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ട്. അത് CPI-യുടെ അടക്കം അതൃപ്തി പലതവണ CPM-നുള്ളിൽ അറിയിച്ചതാണ്. അതെല്ലാം കഴിഞ്ഞ CPM-നുള്ള ചില ആൾക്കാർക്ക് തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തി, അത് ഈ പി ശശി സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ള ആക്ഷേപമുറത്ത് അവർക്കുമുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ വിഷയം ചർച്ചയാകുമ്പോൾ അത് ഏത് രീതിയിൽ അംഗങ്ങൾ അഭിപ്രായപ്പെടും, ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പാർട്ടി കടക്കും, പ്രത്യേകിച്ച് സമ്മേളനകാലമാണ് എന്നുള്ള കാര്യം പാർട്ടി പ്രത്യേകമായി പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യും. SKN. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.